ടു ജസ്റ്റ് ഫുഡ് ബുക്ക് നമുക്ക് ഈസി ആയിട്ട് ചിക്കൻ സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കറക്റ്റ് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറുതാക്കിയിട്ട് കഷ്ണിച്ചതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണത്. ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്കൊരു 2 സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അതും ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 8 പച്ചമുളക് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കുക. പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കനിക്ക് 2 ക്യാരറ്റും 2 ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. സവാളയൊക്കെ വാടിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും ചിക്കൻ സ്റ്റൂവിൽ മല്ലിപ്പൊടി ചേർക്കുമെന്നുള്ളത്. ഞാൻ ചേർക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് അതിന്. പിന്നെ കുറച്ച് കട്ടി ഉണ്ടാവും കേട്ടോ അതിന് കറിക്ക്. അപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 250 ml കപ്പിൽ ഒരു 1.5 കപ്പ് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഞാൻ ഇവിടെ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ട് അതിൽ 250 ml കപ്പിലാണ് എടുത്തേക്കുന്നത് തേങ്ങ. അതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം 1-ാം പാലെടുത്ത് നല്ല കട്ടിയുള്ള 1-ാം പാലെടുത്ത് മാറ്റി വെച്ച് അതിന് ശേഷം നമ്മൾ ആ തേങ്ങയുടെ പീരെടുത്തിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 2-ാം പാലെടുത്ത് ആ 2-ാം പാലാണ് ഇട്ടത്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1.5 കപ്പ് 2-ാം പാല്. നമ്മൾ 2-ാം പാൽ ഒഴിച്ചതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി കുക്കറിനെ മൂടി വെച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് ഒരു വിസിൽ വരുത്താം. ഇതിലേക്ക് നമുക്കൊരു 4 ഏലക്ക, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് ഇതൊന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. പൊടിച്ചെടുക്കരുത് കേട്ടോ. പൊടിച്ചാൽ അത്രയും അങ്ങോട്ട് ടേസ്റ്റ് കിട്ടൂല. ചതച്ചെടുത്താൽ ഒരു നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അതിൻ്റെ ഒരു നല്ലൊരു മണമാണ് ഇതിൽ കിട്ടുക.
ഇതൊന്ന് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ തൊലി വേണമെന്നുണ്ടെങ്കിൽ കളയാട്ടോ ഈ ഏലക്കട. ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കറിക്ക്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിട്ടിരുന്ന ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റൊന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന പെരുംജീരകവും അതുപോലെ കുരുമുളക്, ഏലക്ക അതൊക്കെ നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള 1 പാൽ ഒഴിച്ച് കൊടുക്കാം. ഏറ്റവും അവസാനം നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 തണ്ട് വേപ്പിലിട്ട് കൊടുക്കുക. പിന്നെ 2 പച്ചമുളകും ഇട്ട് കൊടുക്കുക. നമ്മൾ എരിവ് നോക്കണം കേട്ടോ. എരിവ് കൂടുതലുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ ആവശ്യമില്ല. ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് പോരായിട്ടുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കുക്കറിൽ തന്നെ വെക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനത് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ടുന്നുള്ളൂ. സാധാരണ പാത്രത്തിലും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.